വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബില്ലേക്ക് എനാബ് ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായിട്ടുള്ള കാലിക്കറ്റ്, MG, കണ്ണൂർ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ അതേ രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട ഡേറ്റ് ശ്രദ്ധിക്കുക. അതായത് ലാസ്റ്റ് ഡേറ്റ് 29/6/2026, അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഇനി അതില്ലെങ്കിൽ ഓൾറെഡി അപേക്ഷ കൊടുത്തു പേയ്മെൻറ്റ് അടക്കാൻ ബാക്കിയുള്ളവരാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്യുക നാളെ 29/6/2026 വരെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ പല വിദ്യാർത്ഥികൾക്കും മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാതെ സാഹചര്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരള PSCയുടെ അംഗീകാരമുള്ള, അതായത് സെയിം വാല്യൂ ഉള്ള BEd കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ കേരളത്തിൽ നിന്നും ഔട്ട്സൈഡ് വിദ്യാർത്ഥികൾക്ക് BEd ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പിൽ ജസ്റ്റ് BEd ഡീറ്റെയിൽസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഔട്ട്സൈഡൊക്കെ BEd എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് വാല്യൂ ഉള്ള കോഴ്സാണോ അല്ലെങ്കിൽ ഈക്വലൻസി കിട്ടുന്ന കോഴ്സാണോ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ വർഷങ്ങളായി നമ്മുടെ കേരളയുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രം, അതിന് പരമാവധി വിദ്യാർത്ഥികൾ ജസ്റ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ കരിയർ ജസ്റ്റ് ഇയർ നഷ്ടപ്പെടുത്താതെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നാളെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് തൊട്ടടുത്ത ദിവസം 30-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ജൂലൈ 1-ാം തീയതി വരെയും, നിങ്ങളുടെ മെയിൻ അലോട്ട്മെൻറ്റ്, അത് മുഖ്യ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ 2-ാം തീയതി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം വിദ്യാർത്ഥികൾ കോളേജ് ജോയിൻ ചെയ്യുന്ന ഡേറ്റ് 3 മുതൽ 4 വരെയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 7-ാം തീയതിയും കോളേജ് ജോയിൻ ചെയ്യുന്ന 8, 9 തീയതികളും. വിദ്യാർത്ഥികൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റാണ് ശ്രദ്ധിക്കുന്ന കാര്യം 13-ാം തീയതി വിദ്യാർത്ഥികൾ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ ജൂലൈ 1 തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ കുറച്ചുകൂടി ലേറ്റ് ആക്കിയതുകൊണ്ട് തന്നെ 13-ാം തീയതി വരെ അഡ്മിഷൻ പ്രോസസ്സ് ഉള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് 13-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ്റെ ഡേറ്റ് കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ കമ്മ്യൂണിറ്റി കോട്ട, അതായത് 36. അതേപോലെ റാങ്ക് ലിസ്റ്റ് ജൂലൈ 7 പ്രസിദ്ധീകരിക്കും. അതേപോലെ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് 8, 9 തീയതികളാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും സീറ്റ് വേക്കൻസി വരികയാണ്. അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടും. അതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പരമാവധി ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾ സുഹൃത്തുക്കളെ സെർച്ച് കൊടുക്കുക. അപേക്ഷ കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ട് ലാസ്റ്റ് ഡേറ്റ് നാളെ വെയിറ്റ് ചെയ്യുക. ഇനി എവിടെയും അഡ്മിഷൻ കിട്ടാതെ അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് BEd ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ഇത്തരത്തിൽ ഇവിടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.